എല്ലാവർക്കും നമസ്കാരം. എപ്പോഴും പറയുന്ന പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. അപ്പോ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പരിപാടി ആരംഭിക്കുകയാണ്. വെള്ളിയാഴ്ചകളിൽ ഒരു വിളക്ക് കത്തിക്കുക, അറിവിന്റെ വിളക്ക്. അറിവിന്റെ വിളക്ക് കത്തിക്കാൻ അറിവുള്ളവർ ഇരുന്ന് സംസാരിക്കുകയും അറിവില്ലാത്ത കുറെ ആളുകൾ വന്നിരുന്ന് കേൾക്കുകയും ചെയ്യുകയല്ല ചെയ്യുന്നത്. അറിവെന്ന് പറയുന്നത് എല്ലാവരിലുമുണ്ട്. എല്ലാവരിലുമുള്ള അറിവ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക പശ്ചാത്തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് തന്നെ ഇങ്ങനെയൊന്നും എനിക്ക് അറിയാമല്ലോ എന്ന ബോധ്യം വരിക. അല്ലാതെ നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ട് അല്ല നമ്മുടെ അറിവ് ഉണരുന്നത്. അപ്പൊ ആ അറിവിലേക്ക് എത്താൻ വേണ്ടി, അറിവിനെ ഒന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒന്ന്. അതുകൊണ്ടാണ് ഫ്രൈഡേ വിസ്ഡം എന്ന് പേരിട്ടിട്ടുള്ളത്. വിസ്ഡം എന്നുള്ളത് വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ നോളജ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷനെ നോളജ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതല്ല വിസ്ഡം. വിസ്ഡം എന്നുള്ളത് അവനവന്റെ അകത്തിരിക്കുന്ന ബോധ്യമാണ്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, ഓരോ സൂക്ഷ്മ ജീവിയും അവനവന്റേതായിട്ടുള്ള അറിവുമായിട്ടാണ് ജനിക്കുന്നത്. ആ അറിവിനെ തെളിയിക്കുക എന്നുള്ളതാണ് ഫ്രൈഡേ വിസ്ഡം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇടക്കാലത്ത് തുടർച്ചയായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് എൻഗേജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോ അങ്ങനെ നിന്നുപോയതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പരിപാടി സാധാരണ രീതിയിൽ ഈ ഒളിമ്പസിനെ ഫോളോ ചെയ്യുന്ന, പ്രകൃതി ആത്മീയത പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ഒളിമ്പസിൻ്റെത്. ആ രീതി ഫോളോ ചെയ്യുന്ന ആളുകൾ, അവർ മുൻപോട്ട് വയ്ക്കുന്ന ചില സംശയങ്ങൾ, അതിനെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യം വിഷയം തീരുമാനിക്കുക. ഇപ്പൊ പ്രഭാത സത്സംഗം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. ആ പരിപാടിയിൽ സാധാരണ നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസിൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, പതുക്കെ എന്നാൽ ആഴത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് പ്രഭാത സത്സംഗത്തിൽ. അതാണ് യൂട്യൂബിൽ സ്ഥിരമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഫ്രൈഡേ വിസ്ഡത്തിൽ ഇവിടെ വന്നു ചേരുന്ന ആളുകളുടെ ആവശ്യപ്രകാരമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ രീതിയിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ലളിതമാകണം, അല്ലെങ്കിൽ ലളിതമാണ് എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കരുതുന്നു. ഇവിടെ വരുന്നവർക്കേ അറിയുള്ളൂ ഇത് ലളിതമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോ അങ്ങനെ നമ്മൾ വീണ്ടും ഇതിലേക്ക് കയറുന്ന സമയത്ത് ഇത്തവണ നമ്മൾ മുൻപോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയം, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ കേന്ദ്ര സങ്കല്പം എന്ന് പറയുന്നത് ജീവിത നിമിഷങ്ങളോട് പിണങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ജീവിത നിമിഷങ്ങളോട് പിണങ്ങിയാണ് ജീവിക്കുന്നത്. നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സന്ദർഭത്തോടും ശേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതി നമ്മൾക്കുണ്ട്. ഈ ശേ ഒരിക്കൽ പറഞ്ഞു കഴിയുമ്പോൾ ആ ശേകളുടെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോ അത് നമ്മളെ എത്തിക്കുന്നത് ജീവിതത്തിന്റെ ഒരു വല്ലാത്ത ഭാരത്തിലേക്കാണ്. സമാധാനം പോവും, ജീവിതം ഹെവി ആയിട്ട് തോന്നും. അപ്പൊ ഇതിന്റെ കാരണം എന്ത് എന്നുള്ളത് അന്വേഷിക്കലാണ്, അതിനുള്ള പ്രതിവിധി എന്ത് എന്നുള്ളത് പറയലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതിപ്പോ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളോടും നമ്മൾ പടപൊരുതി ജീവിക്കുന്നതിന് പകരം ശാന്തമായിരുന്നാൽ മതി. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ഒരു 3 പ്രാവശ്യം ഡീപ് ബ്രീത്ത് എടുത്താൽ മതി. ഡീപ് ബ്രീത്ത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് കാമാവും. പിന്നെ സന്ദർഭങ്ങളോട് മര്യാദയ്ക്ക് ഇടപെടാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എല്ലാവരും പറയുന്നതല്ലേ. പക്ഷെ ഇതിന്റെ പുറകിൽ എന്താണുള്ളത്? അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ ഇനി മുൻപോട്ട് പോവുക. പ്രകൃതി തത്വശാസ്ത്രത്തെ ആധാരമാക്കി നമ്മൾ ഇതിനെ അറിയാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ട്, എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ കൂടെ അറിയേണ്ടതുണ്ട്. ആ അറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിന് കൃത്യമായിട്ടൊരു ഫലപ്രാപ്തി ഉണ്ടാവുക. പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവർക്ക് നമ്മൾ ഈ പറയുന്നതിന്റെ വ്യാകരണമൊക്കെ നല്ല പോലെ അറിയാം. പുതുതായി വരുന്നവർക്ക് വ്യക്തത കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുന്ന ആളുകൾക്ക് വ്യക്തത കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ചുകൂടെ പിന്നാമ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ ഈ കഥ തുടങ്ങുന്നത്. അപ്പോ ജീവിതം എന്ന് പറയുന്ന ആ ഒന്നിലാണല്ലോ നമുക്ക് ഭാരം വരുന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയാണല്ലോ നമ്മളിപ്പോ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്.
ഈ ജീവിതം എന്ന് പറയുന്നത് എന്താ? ജീവിതം എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും ജീവിക്കുന്നതാണ്. നമ്മുടെ വർത്തമാന നിമിഷം, വർത്തമാനം എന്ന് വെച്ചാൽ വർത്തിക്കുന്ന മാനമാണ് വർത്തമാനം. വർത്തിക്കുന്ന, ഇപ്പോൾ ഉണ്ട് എന്നുള്ള മാനം. ആ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. നമ്മുടെ കണ്ണ്, നാക്ക്, മൂക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ അറിയുന്നത്. അതിനനുസരിച്ച് പൊരുത്തമായി നിൽക്കാനാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് കുറച്ചെങ്കിലും പേർക്കറിയാം. അപ്പോ നമ്മൾ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്ന രണ്ട് കാര്യങ്ങളും അറിഞ്ഞാലേ ഈ ജീവിതം എന്ന് പറയുന്ന പ്രോസസ്, നമ്മുടെ മുന്നിലൂടെ പോകുന്ന പ്രോസസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടെ പറയാം. അത് മനസ്സിലാകാതെ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ അവതരണത്തിന് ശേഷമുള്ള ചോദ്യോത്തരയുടെ സമയത്ത് ചോദിക്കുക. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരൊറ്റ സത്തയാണ് എന്ന് ഒരാശയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെല്ലാം ഒന്നാണ് എന്നൊക്കെ പറയുന്ന ആശയം കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒന്നാവുന്നത്? എല്ലാവരും ഒന്നായിത്തീരുന്ന ഒരവസ്ഥ എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളുകളിൽ, ഭൂമി എന്ന ഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗ്രഹത്തിൽ എന്ന് പറയുന്ന വാക്കിനൊക്കെ ഒരുപാട് പരിമിതികളും കൺഫ്യൂഷൻസും ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ഈ ഭൂമി എന്ന് പറയുന്നത് സൗരയൂഥത്തിന്റെ ഭാഗമാണ്. സൗരയൂഥം എന്ന് പറയുന്നത് മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയുടെ ഭാഗമാണ്. മിൽക്കി വേ എന്ന് പറയുന്നത് ഇനി അതിനും അപ്പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ നക്ഷത്ര സമൂഹങ്ങൾ കാണുമായിരിക്കും. പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഇത്രയും വരെ നമുക്ക് അറിയാം. നമ്മളിതൊക്കെ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിനകത്ത് അവയവങ്ങളുണ്ടെന്ന്. അവയവങ്ങൾക്ക് അകത്ത് അവയവങ്ങളുണ്ടെന്ന്. അവയവങ്ങൾ കലകൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നതെന്ന്. കലകൾ കോശങ്ങൾ ചേർന്നിട്ടാണ് ഉണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവ ചേർന്ന് ഇവയുണ്ടാവുന്നു, ഇവ ചേർന്ന് ഇവയുണ്ടാവുന്നു എന്ന രീതിയിൽ മനുഷ്യർ ചേർന്നിട്ട് മനുഷ്യ സമൂഹം ഉണ്ടാവുന്നു. മനുഷ്യ സമൂഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരം മറ്റ് വ്യത്യസ്ത സമൂഹങ്ങൾ ചേർത്ത്, ജീവസമൂഹങ്ങൾ, പട്ടി സമൂഹം, പൂച്ച സമൂഹം, ആൽ സമൂഹം, വേപ്പു സമൂഹം ഒക്കെ കൂടെ ചേർന്നിട്ട് ജീവജാല സമൂഹം ഉണ്ടാവുന്നു, ജൈവ സമൂഹം ഉണ്ടാവുന്നു. അത്തരം ജീവ സമൂഹങ്ങളും ജീവനില്ലാത്ത സമൂഹങ്ങളും കൂടെ ചേർന്നിട്ട് ഭൂമിയിലെ സമൂഹം ഉണ്ടാകുന്നു എന്ന രീതിയിലൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിച്ചു പോയിട്ടുള്ളവർക്ക് ഇതിനെയൊക്കെ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇവ ചേർന്ന് അതുണ്ടാവുന്നു, ഇവ ചേർന്ന് അതുണ്ടാവുന്നു എന്നുള്ളതിന് വേറൊരു കണ്ണിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിത്രം വല്ലാതെ അങ്ങോട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ ശരീരത്തിനെ കവർ ചെയ്തിട്ടുള്ളത് എന്റെ തോലാണ്, അല്ലെ, സ്കിൻ. ആ തോലിനകത്താണ് ഞാൻ നിൽക്കുന്നത്. ആ തോലിനകത്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് എന്റെ കൈ, അല്ലെ? എന്ന് വെച്ചാൽ കൈ എന്റെ ശരീരത്തിന്റെ അകത്താണ്. കരൾ എന്റെ ശരീരത്തിനകത്താണെന്ന് പറഞ്ഞ പോലെ കൈ എന്റെ ശരീരത്തിനകത്താണ്. അപ്പോ എന്റെ തോലാകുന്ന ഒരു കൂട്, ആ കൂടിനകത്ത് ഇങ്ങനെയുള്ള കുറെ അവയവങ്ങൾ ചേർന്നിട്ടാണ് എന്റെ ശരീരം നിലനിൽക്കുന്നത്. അപ്പോ ഒരു കൂട് എന്നുള്ള സങ്കല്പം നിങ്ങൾ മനസ്സിലാക്കുക. കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ എല്ലാം ഇട്ടിട്ട് തരുമല്ലോ. ആ കവറിനെ നമ്മൾ കൂടെന്ന് പറയാറുണ്ട്. കൂട്. പക്ഷിക്ക് ഇരിക്കാൻ കൂടുണ്ട്, പട്ടിക്ക് ഇരിക്കാൻ കൂടുണ്ട്. അതുപോലെ തോലാകുന്ന ഒരു കൂടിനകത്ത് നമ്മുടെ അവയവങ്ങളെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഭാഷ്യത്തില് അവയവങ്ങൾ ചേർന്ന് ശരീരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഈ ശരീരത്തിന്റെ അകത്താണ്, ശരീരമാകുന്ന കൂടിന്റെ അകത്താണ് ഈ അവയവങ്ങൾ എന്ന് നമുക്ക് ഇതിനെ പുനരാഖ്യാനം ചെയ്യാം. രണ്ട് കാര്യം ഒന്ന് തന്നെ, പക്ഷെ കാണുന്ന രീതിയിലുള്ള വ്യത്യാസം. ഇതൊരു കൂടെന്ന രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു. ഇനി ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. ശരീരത്തെ കവർ ചെയ്തിട്ടുള്ള തോലാണെന്ന് നിങ്ങൾക്കറിയാം. തോലിനകത്താണ് നാം എന്ന് നമുക്കറിയാം. അതിന്റെ അകത്ത് അവയവങ്ങളാണ്. കയ്യൊരു അവയവമാണ്, കാലൊരു അവയവമാണ്, കണ്ണൊരു അവയവം. ഇതെല്ലാം ഈ തോലിനകത്ത്, ഈ ഒരു കൂടിനകത്താണ് എന്നുള്ളത് മനസ്സിലാവും. ഈ ആശയം മനസ്സിലായിട്ടുണ്ടാവും. ഈ ആശയത്തെ പല അളവിൽ നമുക്ക് മനസ്സിലാക്കുക. ഈ അവയവത്തിനകത്താണ് കലകളുള്ളത്. അപ്പൊ അവയവം ഒരു കൂടാണ്. അവയവം എന്ന കൂടിനകത്ത് കലകളുണ്ട്. അപ്പോ ശരീരമല്ലേ കൂട് എന്ന് വീണ്ടും ഒരു ചോദ്യം വരാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരീരം എന്ന കൂട്, ആ കൂടിനകത്ത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുട്ടി കുട്ടി കൂടുകൾ, അല്ലെ? നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഒരു മരുന്ന് ഒരു കൂടിനകത്ത്, പിന്നെ ഒരു മരുന്ന് വേറൊരു കൂടിനകത്ത്, പിന്നെ ഒരു മരുന്ന് വേറൊരു കൂടിനകത്ത്. എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് രാവിലെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ കഴിക്കേണ്ട കൂടുകളെല്ലാം കൂടെ, മരുന്നുകളെല്ലാം കൂടെ ഒരു കൂടിനകത്തിട്ടിട്ട്, ഒരു പേപ്പർ കൂടിനകത്തിട്ടിട്ട് അതെല്ലാം കൂടെ റബ്ബർ ബാൻഡ് ഇട്ട് ചുട്ടും. ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് ഏതാണെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഒരു കൂടിനകത്തിടും. വൈകിട്ട് കഴിക്കേണ്ടത് എല്ലാം കൂടെ ഇടും. ഇനി കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് ബില്ലും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് വേറെ വലിയൊരു കൂടിനകത്തേക്ക് ഇട്ടു തരും.
അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ വലിയ സാധനങ്ങളുണ്ട്, അത് വലിയൊരു പ്ലാസ്റ്റിക് കവറിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് ഇങ്ങ് തരും. അപ്പോൾ കൂടിനകത്ത് എന്ന് പറയുന്ന ഒരു ആശയം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇതിനാണ് എൻകാപ്സുലേഷൻ എന്ന് പറയാം. കൂടിനകത്ത് കൂടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എൻകാപ്സുലേഷൻ എന്ന് പറയാം. ക്യാപ്സൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട് എന്നാണ് അർത്ഥമാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്രമമാണ് ഈ പറഞ്ഞത്. ശരീരം എന്ന കൂടിനകത്താണ് അവയവമാകുന്ന കുട്ടിക്കൂട്, അവയവമാകുന്ന കൂടിനകത്താണ് കലകളാകുന്ന കുട്ടിക്കൂട്, കലകൾക്കകത്താണ് കോശങ്ങളാകുന്ന കുട്ടിക്കൂട്, അതിനകത്താണ് ഈ കോശത്തെ ഉരുവാക്കിയിട്ടുള്ള കോശദ്രവ്യങ്ങളാകുന്ന കുഞ്ഞു കൂടുകള്, ആ കൂടിനകത്താണ് അതിനെ ഉരുവാക്കുന്ന തന്മാത്രകളാകുന്ന കൂടുകള്, തന്മാത്രകളാകുന്ന കൂടിനകത്താണ് അതിനെ ഉരുവാക്കുന്ന മൂലകങ്ങളാകുന്ന കൂടുകള്, മൂലകങ്ങൾക്കകത്താണ് സബാറ്റോമിക കണങ്ങളാകുന്ന കൂടുകള്, അവയ്ക്കും അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ ക്വാക്കുകളാകുന്ന കൂടുകൾക്കകത്തേക്ക് വരും. അതിനുമകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പിന്നെ എന്താണെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ ആവും. അതെന്തെന്ന് പഠിക്കല് ഒളിമ്പസിന്റെ അകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്പുറത്ത് എക്കോജെനിസിസ് എന്നുള്ള പാഠത്തിൽ പഠിക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് നമ്മുടെ പ്രമേയമല്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകത്തില്ല. അപ്പൊ വീണ്ടും വല്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞു, ശരീരമാകുന്ന കൂടിനകത്ത്, അവയവങ്ങളാകുന്ന കൂടിനകത്ത്, ഈ കൂടിനകത്ത് എന്നുള്ള ക്രമീകരണം. ഇനി ഞാനാകുന്ന കൂട് എവിടെയായിരിക്കുന്നത്? കൂടിനകത്ത് കുട്ടിക്കൂടുകളാകാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാനാകുന്ന കൂട് എവിടെയാണ് ഇരിക്കുന്നത്? അത് ഭൂമിയാകുന്ന ഒരു കൂടിനകത്താണ്. തൊട്ട് മുകളില് മനുഷ്യരാശിയാകുന്ന കൂട്, ജീവരാശിയാകുന്ന കൂട് എന്നൊക്കെ പറയാം. തൽക്കാലത്തേക്ക് ഭൂമിയാകുന്ന കൂട്, പ്രകൃതിയാകുന്ന കൂട് എന്നുള്ള രീതിയിൽ എടുക്കുക. പ്രകൃതിയാകുന്ന കൂട് അല്ലെങ്കിൽ ഭൂമിയാകുന്ന കൂട് സൗരയൂഥം എന്ന വലിയ കൂടിനകത്തിരിക്കുന്നു. വലിയ കൂടായ സൗരയൂഥം മിൽക്കി വേക്ക് അകത്തിരിക്കുന്നു. മിൽക്കി വേ എന്ന വലിയ കൂട് പ്രപഞ്ചം എന്ന വലിയ ഒരു കൂടിനകത്തിരിക്കുന്നു. ഇപ്പൊ ആ കൂടായ ക്രമം മനസ്സിലാണ്. കൂടിനകത്ത് കൂടും ആയിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാവും. ഇനി നിങ്ങൾ പറയും, നമ്മൾ ഒറ്റ ശരീരമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇവ ചേർന്ന് ഇവയെന്ന് പറയുന്നതിന് വ്യത്യസ്തമായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പകരം ഇത് കൂടായിരിക്കുന്നു എന്ന ഒരു ആശയം, നമ്മുടെ കാഴ്ചയിൽ ഒരു മാറ്റം, നമ്മൾ കാണുന്ന, സമീപിക്കുന്ന, പരിഭാഷപ്പെടുത്തുന്ന രീതിയിൽ ഒരു മാറ്റം, അങ്ങനെ മാറുന്ന സമയത്ത് ഇതെല്ലാം ഒന്നാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നു, അല്ലെ? എന്റെ അവയവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് എന്റെ ശരീരം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് പകരം ശരീരമാകുന്ന കൂട്ടിനകത്താണ് അവയവങ്ങൾ എന്നുള്ളത്. ഇത് രണ്ടും തമ്മിൽ ചേർത്ത് വായിക്കാൻ ഒരു കാര്യമുണ്ട്. എന്റെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് ഓരോ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കില്ല. ഇവയെല്ലാം തമ്മിൽ, എന്റെ ശരീരത്തിലെ വലത്തെ കൈയും ഇടത്തെ കൈയും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തമ്മിൽ നിയന്ത്രിക്കാൻ പാകത്തിൽ നാഡികളുടെയും രക്തക്കുഴലുകളുടെയും എല്ലാം ഒരു സംവിധാനം സമഗ്രമായി എല്ലാം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എന്റെ ശരീരം എന്ന കൂടിനകത്ത് വ്യത്യസ്ത കൂടുകൾ പരസ്പര ബന്ധിതമായി നിൽക്കുന്നത് കൊണ്ട് എന്റെ ശരീരം ശരീരമായി പ്രവർത്തിക്കുന്നത്. ഇതിനെയാണ് സമഗ്രത എന്ന് പറയുക. ആ സമഗ്രമായി ഒന്നുചേർന്ന അവസ്ഥയില്ലേ, ആ ഒന്നുചേർക്കുന്ന അവസ്ഥയാണ് നമ്മൾ ജീവൻ എന്ന് പറയും. എന്റെ ശരീരത്തെ ഒരുമിച്ച് ചേർക്കുന്ന ഒരവസ്ഥ. ഇല്ലായ്കയിൽ നിന്നും എന്റെ ഒരു ഏകകോശ ജീവിയായി ഉണ്ടായി, അതിനെ വളർത്തി വലുതാക്കി ഈ രൂപത്തിലാക്കി വളർച്ചയ്ക്ക് ഒരു പരിധി നൽകി, അതിനുശേഷം ദിവസവും അതിലെ കുറെ ഭാഗങ്ങൾ മാറ്റിക്കളഞ്ഞ് കുറെ ഭാഗങ്ങളെ വെളിയിൽ നിന്നും എടുത്ത് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് നശിക്കാതെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ, ആ അവസ്ഥ, ആ പ്രക്രിയയാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുക. സെൽഫ് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം. അതാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഇങ്ങനെ ഘടന ചെയ്തിട്ടുള്ള, ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് ജീവൻ. അപ്പോ സംഘടനകൾ എവിടെ കണ്ടാലും, എങ്ങനെയെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും അവിടെയെല്ലാം അതിന്റെ പുറകിൽ ഒരു ജീവൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ ജീവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ ഉള്ളൂ എന്നാണല്ലോ നമ്മുടെ വിചാരം, അല്ലെ? എനിക്ക് ജീവനുണ്ട്, എന്നെപ്പോലെ ഇരിക്കുന്ന നിങ്ങൾക്കും ജീവനുണ്ട്. ആ ജീവൻ പോയാൽ തീർന്നു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. ജീവൻ പോയാൽ തീരുവോ? നമ്മൾ മരിച്ചു എന്നിരിക്കണം, നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മൾ തീരുവോ? ഇല്ല. നമ്മൾ തീർന്നു വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ആ ചേർന്നുള്ള നിപ്പ് തീർന്നു. പിന്നെ അപ്പോഴേക്കും പുഴു വരും, ശവം തിന്നുന്ന ചില ജീവികൾ വരും, ജീവികൾ സൂക്ഷ്മജീവികൾ, ചില പുഴുക്കളൊക്കെ വരും, ഒരുതരം ഈച്ചകളുണ്ട്. ഈ മരിച്ച മണം വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഈച്ചകൾ ശരീരത്തിലേക്ക് വന്നു ചേരും. അവ ഉടനെ തന്നെ കുറച്ച് മുട്ടകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതവയുടെ ലാർവകളെല്ലാം വരും. ഇതിങ്ങനെ ദ്രവിപ്പിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴെല്ലാം തന്നെ ഈ ജീവന്റെ ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജീവനുള്ള ഇതാണ് ഈ ശരീരം. ജീവനുള്ള ആ ശരീരം മരിച്ചു കഴിഞ്ഞാലും ജീവൻ അവിടെ പ്രവർത്തിക്കും, പല രൂപത്തിൽ, പല അളവിൽ, പല തലങ്ങളിൽ.
അപ്പൊ ജീവനാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇതിനെല്ലാം സംഘടിപ്പിച്ചു വെക്കുന്നത് ജീവനാണ്. അപ്പൊ സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ള സാധനത്തിന്റെ പേര് ജീവനാണെന്ന് മനസ്സിലായല്ലോ, സംശയമില്ലല്ലോ. സൗരയൂഥത്തെ ഇങ്ങനെ സംഘടിപ്പിച്ചു വെച്ചിട്ടുള്ള സാധനത്തെ അതിനെങ്ങനെയാ നമ്മൾ ജീവൻ എന്ന് വിളിക്കുക? സംശയം. നമ്മുടെ ശരീരത്തെ എങ്ങനെ സംഘടിപ്പിച്ചത് ജീവനാണെങ്കിൽ സൗരയൂഥത്തെ എങ്ങനെ സംഘടിപ്പിച്ചത്? സ്വയം സംഘടിപ്പിച്ച് അതിനെ നിരന്തരം അങ്ങനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ജീവനെങ്കിൽ അതിനെയും ജീവൻ എന്ന് വിളിക്കാം. പക്ഷെ ഇതുപോലത്തെ ഒരു ജീവനല്ലാത്തത് കൊണ്ടും അത് കുറെ കൂടെ ഉയർന്ന സ്ഥലത്തിലുള്ളതായതുകൊണ്ടും ഉയർന്ന സൈസിലുള്ളതായതുകൊണ്ടും നമ്മൾ അതിനെ അധിജീവൻ എന്ന് പറയും. അധിജീവൻ. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയും? നമ്മളെ പോലെ തന്നെ നമ്മൾ ഈ ജനാധിപത്യ കാലത്ത് സമത്വത്തിന്റെയും ഒക്കെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഞാൻ എന്തിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സമമായിട്ടാണ് മനസ്സിലാക്കുക, അല്ലെ? എന്നിട്ട് അപ്പനെയും അമ്മയും പോലും നമ്മൾ എന്നെ പോലെ എന്ന രീതിയിലാണ് കാക്കുക. എനിക്കും എന്നെ പൊതിഞ്ഞിരിക്കുന്നതാണ് എന്റെ അമ്മ എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല. അമ്മ ഒരു കാലത്ത് നമ്മളെ പൊതിഞ്ഞിരുന്നതാണ്. അമ്മയിൽ നിന്ന് വെളിയിൽ വന്നതോടുകൂടി അമ്മ എന്നെ പോലെ ഒരാളായി എന്ന് നമ്മൾ വിചാരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്കൊരു അനക്കം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കറിയും. നിങ്ങൾക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കറിയും. ഇതെങ്ങനെയാ അറിയുന്നത്? ഫിസിക്കലി നാം കാണുന്ന ഒരു ഫിസിക്കൽ ബൗണ്ടറിയിലാണ് അമ്മയിൽ നിന്ന് നമ്മൾ വെളിയിൽ വന്നിട്ടുള്ളത്. പക്ഷെ അമ്മയാകുന്ന ജീവന്റെ മൊത്തം പ്രഭാവത്തിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് നമുക്കുണ്ടാകുന്ന ഓരോ ചലനം അമ്മയ്ക്ക് അറിയുന്നത്, അമ്മയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥത നമുക്കറിയുന്നത്. അമ്മയും കുഞ്ഞും തമ്മിൽ ഇങ്ങനെ ഇത്രയേറെ പരസ്പര ബന്ധിതമായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഈ ജീവന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോ എന്നെ പോലെ തന്നെയാണ് അമ്മ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അമ്മയ്ക്ക് അകത്താണെന്ന് മനസ്സിലാക്കുന്നവരോട് എന്നെ പോലെ തന്നെയാണ് അമ്മ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ അമ്മ എന്നെക്കാളും വലുതല്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും സമന്മാരായിട്ട് കണക്കാക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ തോന്നും. എന്നെക്കാളും വലുതല്ലാന്ന് തോന്നും. എന്നെക്കാളും ചെറുതുമില്ല, വലുതുമില്ല, ചെറുതുമില്ല. ആരും എന്നെക്കാളും വലുതല്ല, ആരും എന്നെക്കാളും ചെറുതല്ല എന്നുള്ള ഒരു ഹൊറിസോണ്ടൽ തോട്ടിൽ നമ്മൾ എത്തിപ്പറ്റുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ തോട്ട് എന്ന് പറയുന്ന ഒരു ഒറ്റ പ്ലെയിനിൽ നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ, നിങ്ങൾ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു സമത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് നമ്മൾ കാണും. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ പാഠപുസ്തകത്തിൽ നിന്ന്, നമ്മുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചത് ഭൂമി എന്നൊരു ഗ്രഹമുണ്ട്, സൗരയൂഥം എന്നൊരു ഗ്രഹമുണ്ട്. അതിനെല്ലാം നമ്മൾ ഈ ഹൊറിസോണ്ടൽ, നമുക്ക് കാണാൻ പറ്റുന്ന ദൂരത്തിനും കുറച്ചുകൂടെ അപ്പുറത്തുള്ള ഒരു ഹൊറിസോണ്ടൽ എലമെന്റ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ഞാൻ നിൽക്കുന്ന അതേ തലത്തിൽ നിൽക്കുന്ന മറ്റൊന്ന്. എന്റെ ശരീരത്തിന് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. അതുപോലെ ഭൂമിക്കുണ്ടോ? എന്നാൽ ഭൂമി എന്നുള്ളത് ഇങ്ങനെ കുറെ മണ്ണും കല്ലും ചേർന്നിട്ടുള്ള ഒരു കാര്യമല്ലേ? ആ സാധനം എന്നെ പോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിന് പിന്നെ എന്നെ പോലുള്ള വികാരങ്ങളോ എന്നെ പോലുള്ള തോന്നലുകളോ എന്നെ പോലുള്ള ആവശ്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് ജീവനില്ലാത്ത ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അമ്മ എന്ന് പറയുന്നത് എന്നെ പൊതിഞ്ഞിരിക്കുന്നതാണ്, എന്നേക്കും പൊതിഞ്ഞിരിക്കുന്നതാണ് എന്ന ധാരണ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിന്, സങ്കല്പത്തിന്, നമ്മുടെ മാനങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവിന് കുറെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ കുറെ കൂടെ ഉയർന്ന മാനത്തിൽ നിന്നാൽ മാത്രമേ അമ്മ എന്നെ പൊതിഞ്ഞാണിരിക്കുന്നത് എന്ന ധാരണ നമുക്കുണ്ടാവുകയുള്ളൂ. അതുപോലെ എന്നെ പൊതിഞ്ഞിരിക്കുന്ന ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ അകത്താണ് ഞാനെന്നുള്ളപ്പോ അതിന്റെ ഒരു പ്രദേശം മാത്രമാണ് ഞാനെന്നറിയുമ്പോ എനിക്ക് ഇത്രയേറെ സ്വയം നിയന്ത്രണ ശേഷികളും ഭാവന ചെയ്യാനുള്ള ശേഷിയും സർഗാത്മക ശേഷിയും ഒക്കെ ഉണ്ട് എന്നുള്ളപ്പോ എന്നെ പേറിയിരിക്കുന്ന ഈ വലിയ ശരീരത്തിന് ഇതിലും എത്ര വിപുലമായ ശേഷി ഉണ്ടാകും എന്നത് നമുക്ക് ബോധ്യമാകേണ്ടതാണ്. പക്ഷെ ബോധ്യപ്പെടാറില്ല. കാരണം എന്താ? നമ്മൾ സമീകരിച്ചാണ് കാര്യങ്ങളെ കാണുന്നത്. എന്റെ അമ്മ എന്നോളമാണ്. നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സമത്വവാദത്തിന്റെ അതൊരു തലത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് കൊണ്ടാണ് അമ്മ എന്നെ പോലെയാണ്, എനിക്കൊപ്പമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നതും ഭൂമി എന്ന് പറയുന്നതും എന്നെ പോലെയാണ്. ഞാനും പ്രകൃതി തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഞാനാണ്, പ്രകൃതിയെ താങ്ങി നിർത്തേണ്ടത് ഞാനാണെന്നുള്ള ഗർവ് നമുക്ക് വരുന്ന ഒന്നുകൊണ്ടാണ്. പ്രകൃതി എനിക്ക് സമമായി കണക്കാക്കുന്നുണ്ട്. പ്രകൃതിക്ക് അകത്താണ് നാം, ഭൂമിക്ക് അകത്താണ് നാം, സൗരയൂഥത്തിനകത്താണ് നാം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു പാർട്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മളെ വിഷയത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു വരുന്നത്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഭൂമിയുടെ
ഈ ഒരു അവസ്ഥ പറഞ്ഞല്ലോ, പ്രപഞ്ചം, ഗാലക്സി, മറ്റേ സൗരയൂഥം, ഭൂമി, ജീവരാശി, മനുഷ്യരാശി, അതിനകത്ത് ഞാൻ, എന്റെ അവയവങ്ങൾ എന്ന് പറയുന്ന ഇതിനകത്ത് അവയവങ്ങൾ, കലകൾ, കോശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഇതിങ്ങനെ ക്രമത്തിൽ വരച്ചു വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഒരിടത്താണ് ഞാൻ എന്നുള്ളത് വരുന്നത്. ഇവിടെയാണ് എന്റെ പൊസിഷൻ. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ഹൊറിസോണ്ടലി ഞാൻ കാണുന്ന എനിക്ക് സമമായിട്ടുള്ള കുറച്ച് ആളുകളെ കാണുന്നു. വർഗീസ് മാത്യു, മുഹമ്മദ് ഇക്ബാൽ, PR സുരേഷ്, രാഹുൽ, പിന്നെ കോസ്മിക് ലിസണർ എന്ന് പറഞ്ഞ കുറച്ചു പേരെ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നുണ്ട്. എനിക്ക് സമരായ അവരാണെന്നാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോ പ്രകൃതിയെ പ്രകൃതിയെ കാണണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മുകളിലേക്ക് നോക്കണം അല്ലെ? മുകളിലേക്ക് നോക്കേണ്ടതുണ്ടോ? ഞാൻ എങ്ങോട്ട് നോക്കുമ്പോഴും കാണുന്നതെല്ലാം എന്റെ ഉപരിയായ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനൊരു കൂടിനകത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു കൂടായി നിൽക്കുന്നു. ഈ കൂട് നിൽക്കുന്ന ഒരു വലിയ കൂടിനകത്താണ്. അപ്പോ ആ വലിയ കൂടുണ്ടായത് എങ്ങനെയാണ്? വലിയ കൂടിന്റെ തോലല്ല ഞാൻ പറഞ്ഞത്. വലിയ കൂടുണ്ടായത് എങ്ങനെയാണ്? ഞാൻ എന്ന കൂടും എന്നെപ്പോലുള്ള പല കൂടുകളും ചേർന്നിട്ടാണ് ആ വലിയ കൂടെന്നുള്ള സംവിധാനം നിലനിൽക്കുന്നത്, അല്ലെ? അപ്പോ എന്റെ ഉപരിവ്യവസ്ഥയെ കാണണമെങ്കിൽ, എന്റെ മുകളിലുള്ള വ്യവസ്ഥയെ കാണണമെങ്കിൽ, അത് ഞാനിവിടെ നിൽക്കുമ്പോൾ ഭൂമിയെ കാണണമെങ്കിൽ ഞാൻ മണ്ണ് മാന്തി നോക്കേണ്ട കാര്യമില്ല, ഞാൻ ആകാശത്തേക്ക് നോക്കി നിൽക്കേണ്ട കാര്യമില്ല. എന്റെ മുന്നിലേക്ക് നോക്കിയാൽ ആ മുന്നിൽ കാണുന്നതെല്ലാം ഈ ഉപരിവ്യവസ്ഥയാണ്, പ്രകൃതിയാണ്, ഭൂമിയാണ്. ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് സമന്മാരായ ആളുകൾ ഈ ചുറ്റും ഇരിക്കുന്നു എന്നതിനേക്കാളും ഭംഗിയായിട്ട് മനസ്സിലാക്കേണ്ടത് എന്റെ ഉപരിവ്യവസ്ഥയുടെ മറ്റ് ഘടകങ്ങളാണ് ഈ ഇരിക്കുന്നത് എന്നുള്ളതാണ്. എന്റെ ഉപരിവ്യവസ്ഥയാണ് എന്റെ ചുറ്റും ഇരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി നോക്കുമ്പോൾ ആണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ പരിസരം എന്നാണ് പറയുക. പരിസരം കുറച്ചുകൂടെ മാറ്റി പറഞ്ഞാൽ പരിസ്ഥിതി എന്ന് പറയാം. പരിസ്ഥിതി, എന്റെ ഉപരിവ്യവസ്ഥയെ ഞാൻ കാണുന്ന സ്ഥിതിയാണ് പരിസ്ഥിതി. അത് ആരാ? ഞാൻ തന്നെയാണ്. ഞാൻ ഭാഗമായിരിക്കുന്ന ഒരു വലിയ വ്യവസ്ഥയാണ്, ഞാൻ തന്നെയാണ്. ഈ വലിയ ശരീരത്തിന്, പ്രപഞ്ചമാകുന്ന ശരീരത്തിന്റെ, ഭൂമിയാകുന്ന ശരീരത്തിന്റെ ഭാഗമായി നിൽക്കുന്നവയാണ്, അതിനെയാണ് പരിസ്ഥിതി എന്ന് പറയാം. ഇനി അതിൽ നിന്ന് നമ്മൾ അകത്തേക്ക് പോയി, നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കുന്ന പിന്നെ താഴത്തേക്ക് നോക്കുന്നു. താഴത്തേക്ക് നോക്കാൻ നമുക്ക് കണ്ണില്ലാത്തതുകൊണ്ട് വിചാരങ്ങളോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്നു എന്നിരിക്കട്ടെ. അവിടെ വേദനകളുണ്ട്, ചോദനകളുണ്ട്, ആസക്തികളുണ്ട്, വികാരങ്ങളുണ്ട്, ഗർവുകളുണ്ട്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഉള്ളിലുണ്ടല്ലോ. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അകത്ത് നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അകത്തുള്ളൊരു പരിസരമുണ്ടല്ലോ. ഇപ്പൊ പുറത്തുള്ളൊരു പരിസരത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ അകത്തുള്ളൊരു പരിസരമുണ്ടല്ലോ. അതിനെയാണ് ആത്മസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോ പരിസ്ഥിതിയും ആത്മസ്ഥിതിയും ഇതിന്റെ ഇടയിൽ ഞാൻ, സത്യത്തിൽ ഞാൻ പരിസ്ഥിതിയിൽ നിന്നും വേറിട്ടതാണോ? ഞാനും കൂടെ ചേർന്നതാണ് പരിസ്ഥിതി. ഇനി ആത്മസ്ഥിതി എന്ന് പറയുന്നത് എന്നിൽ നിന്നും വേറിട്ടതാണോ? അല്ല, ആത്മസ്ഥിതി എല്ലാം കൂടെ ചേർന്നതാണ് ഞാൻ. ഇവ ഇങ്ങനെ പരസ്പര പൂരകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഞാൻ നിലനിൽക്കുന്ന ഒരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുന്നു. ഞാൻ നിലനിൽക്കുന്നത് നിരന്തരം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഏത് സമയത്തും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ബന്ധം? ഇപ്പോ വായുവിനെ എടുക്കുന്നു, എന്റെ ഉപയോഗത്തിന് വേണ്ടുന്നത് വായുവിൽ നിന്നും എടുക്കുന്നു. പരിസര ഘടകം എന്ന രീതിയിലാണ് ഞാൻ വായുവിനെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടതെടുത്ത് എനിക്ക് വേണ്ടാത്തതും ചേർത്ത് ഞാൻ പരിസ്ഥിതിയിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. പരിസ്ഥിതിയിൽ നിന്നും എന്നിലൂടെ ആത്മസ്ഥിതിയിലേക്ക് കൊണ്ടുവന്ന് ആത്മസ്ഥിതിയിൽ നിന്നും എന്നിലൂടെ പരിസ്ഥിതിയിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. ഇൻപുട്ട്, പ്രോസസ്, ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നു. വെള്ളം നമ്മൾ കുടിക്കുന്നു, പരിസ്ഥിതിയിൽ നിന്ന് എടുക്കുന്നു, കുടിക്കുന്നു, എന്നിട്ട് വെളിയിലേക്ക് തള്ളുന്നു. ആത്മസ്ഥിതിയിലൂടെ കടന്നുപോയിട്ട് വീണ്ടും പരിസ്ഥിതിയിലേക്ക് പോകുന്നു. ഭക്ഷണം ഇങ്ങനെ തന്നെയല്ലേ? അതായത് പരിസര ഘടകങ്ങളെ എന്നിലൂടെ കടത്തി ആന്തരിക പരിസ്ഥിതിയിലൂടെ എന്നിലൂടെ കടത്തി ബാഹ്യ പരിസ്ഥിതിയിലേക്ക് കടത്തി വിടുന്ന ഒരു ഫ്ലോ ഉണ്ട്. ഇതിനെയാണ് ഫ്ലോ പാറ്റേൺ അല്ലെങ്കിൽ പ്രവാഹ വിന്യാസം എന്ന് പറയുക.
പ്രവാഹ വിന്യാസം, ഫ്ലോ പാറ്റേൺ. എപ്പോഴും ഞാൻ എന്ന ജീവി, ഞാൻ എന്ന സത്ത ഇവിടെ നിലനിൽക്കുമ്പോൾ എന്റെ പരിസ്ഥിതി എന്നിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനാണ് നമ്മൾ ശ്വസിക്കുന്നത്. ശ്വാസത്തിലൂടെയാണ് നമുക്ക് പ്രപഞ്ചത്തിന്റെ സഞ്ചാലന ശേഷി, പൊട്ടൻഷ്യാലിറ്റി ടു മൂവ്, പൊട്ടൻഷ്യാലിറ്റി ടു മൊബിലൈസ്, പ്രപഞ്ച സഞ്ചാലനം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സൽ ഡൈനാമിക്സം, പ്രപഞ്ചത്തിന്റെ ചലിക്കാനുള്ള ശേഷി എന്നിലേക്ക് സന്നിവേശിക്കുന്നത് ശ്വാസത്തിലൂടെ കടന്നു വരുന്ന അയണൈസ്ഡ് ഓക്സിജൻ ശരീരത്തിലേക്ക് കയറുമ്പോൾ, പ്രാണനകത്തേക്ക് കയറുമ്പോഴാണ്. എന്റെ ഉള്ളിലെ മറ്റ് പ്രവാഹങ്ങളെയെല്ലാം ചലിപ്പിക്കുന്നത് വെള്ളം അകത്തേക്ക് കയറുമ്പോഴാണ്. എന്റെ ശരീരത്തിലെ പോഷണങ്ങൾ അകത്തേക്ക് കയറുന്നത്, എന്റെ ശരീരത്തിലുള്ള ജീവചൈതന്യം പുറത്തു നിന്നും അകത്തേക്ക് എത്തിക്കുന്നത് ഭക്ഷണം അകത്തേക്ക് കയറുമ്പോഴാണ്. എന്റെ അകത്തേക്ക് മറ്റ് എന്താ പറയുക ഊർജ മണ്ഡലങ്ങളെ അകത്തേക്ക് കയറ്റുന്നതിൽ ഒരു പ്രധാന മണ്ഡലമാണ് ഊഷ്മാവ് എന്ന് പറയുന്നത്. അത് അകത്തേക്ക് കയറ്റുന്നത് പ്രകാശം അകത്തേക്ക് കയറുന്നത് വഴിയാണ്. ഇതുപോലെ പുറത്തു നിന്ന് നമ്മുടെ ശരീരത്തിനകത്തൂടെ കയറി പുറത്തേക്ക് പോകുന്ന ഒരു പ്രവാഹം നമുക്കുണ്ട്. ഈ പ്രവാഹം അതിനെ കടന്നു പോകുന്ന സമയത്ത് കടന്നു പോകാൻ അനുവദിക്കണം. ആ കടന്നു പോകാൻ അനുവദിക്കാതെ നിർത്തുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ മലബന്ധം എന്ന് പറയുന്നത്. വന്നാലത്തെ ബുദ്ധിമുട്ട് അറിയാലോ. എന്തുകൊണ്ടാണ് മലബന്ധം വരെ? നമ്മൾ അനുചിതമായ ഭക്ഷണം അനാവശ്യമായ അളവിൽ അനാവശ്യമായ സമയങ്ങളിൽ കഴിക്കുന്ന സമയത്ത് മലബന്ധം ഉണ്ടാവും. ജീവിതം മൊത്തം, നമ്മുടെ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനം ആ സമയത്ത് താറുമാറാവും. നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല, പലതരം അസുഖങ്ങൾ വരും, പല മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. മലബന്ധം അങ്ങ് പോകുന്നതോടുകൂടി എന്തൊരു ആശ്വാസം നമ്മൾ പറയുകയും ചെയ്യും. അതായത് പരിസര ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുകൂടെ പ്രവാഹ വിന്യാസത്തിന്റെ ഭാഗമായിട്ട് കടന്ന് നമ്മളും കഴിഞ്ഞു പോയി കഴിയുമ്പോൾ ഈ പ്രവാഹത്തിന്റെ സാക്ഷിയായി നമ്മൾ നിൽക്കുന്ന സമയത്ത് ആ പ്രവാഹം നമുക്ക് അനുവദിച്ചു തരുന്ന ഊർജവും പ്രവാഹം നമുക്ക് അനുവദിച്ചു തരുന്ന ദൗത്യവും എല്ലാം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ശാന്തമായി നിൽക്കാൻ കഴിയും. അവിടെയാണ് സമാധാനം ഉണ്ടാവും. ഇത് നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്നത് ഒഴുകി പോകട്ടെ എന്നാണ് വിചാരിക്കേണ്ടത്. അതിനെ തടയാൻ നിൽക്കരുത്. ഇപ്പൊ ഞാൻ വെള്ളത്തിന്റെയും വായുവിന്റെയും ഭക്ഷണത്തിന്റെയും കാര്യമാണ് പറഞ്ഞത്. അത് മാത്രമല്ലല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ മുന്നിലൂടെ പലതും കടന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു കുഴല് പോലെ ആക്കിയിട്ട് നമുക്കകത്തുകൂടെ പലതും കടന്നു പോകുന്നുണ്ട്. ഈ കടന്നു പോകുന്നവയെല്ലാം തടയാതിരുന്നാൽ, അതിനെ നമ്മൾ കടത്തിവിട്ടാൽ നമുക്ക് ശാന്തി ഉണ്ടാവും. അതിനു പകരം നീ എങ്ങനെ എന്റെ അകത്തൂടെ കടന്നു പോകും എന്ന് നമ്മളൊരു ഒരു ഒരു മറ്റേ ദ്വാരപാലകനെ പോലെ അവിടെ ഒന്ന് ചോദിച്ചാലോ? നമ്മൾ ആ വരുന്ന സംവിധാനത്തോട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചാലോ? ഈ ഒഴുക്ക് തടയും. ഇപ്പോ ടോൾ ഗേറ്റിലൊക്കെ 5 വാഹനങ്ങളിൽ കൂടുതൽ നിർത്തുക എന്ന് പറഞ്ഞു. 5 വാഹനത്തിൽ കൂടുതൽ നിർത്തിട്ടെങ്കിൽ ലൈൻ ഇങ്ങനെ നീണ്ടുപോകും അല്ലെ? എവിടെയെങ്കിലും റോഡ് ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. റോഡിൽ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. എവിടെയെങ്കിലും ഒരു വണ്ടി ഒന്ന് നിർത്തി വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ പുറകിൽ വന്ന് അടിഞ്ഞ് പിന്നെ അത് ഒരു ഹെവി ട്രാഫിക് ആയിട്ട് മാറും അല്ലെ? ട്രാഫിക് അല്ലെ, ഹെവി ബ്ലോക്ക് ആയിട്ട് മാറും. ആ ഹെവിനെസ് എന്ന് പറയുന്നത് ഗരിമ എന്നല്ലേ, ആ ഹെവിനെസ്, ആ ഭാരാത്മകമായ ഒരവസ്ഥ അത് തടയപ്പെടുമ്പോഴാണ് ഉണ്ടാവുന്നത്. അപ്പൊ ജീവിതം ഒരു പ്രവാഹമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ആ പ്രവാഹമാണ് ജീവിതം എന്ന് പറയുന്നതെങ്കിൽ ആ ജീവിത പ്രവാഹത്തില് തടസ്സമുണ്ടാക്കുന്നത് എന്തെങ്കിലും വന്നാൽ പിന്നെ അവിടെ ഈ തടസ്സങ്ങളിൽ പലതും അടിഞ്ഞുകൂടി അത് ഭാരമായി മാറും. ജീവിതത്തിൽ തടസ്സം വന്നു കഴിഞ്ഞാൽ ജീവിതം ഭാരമായി തോന്നും. ജീവിതത്തെ കടത്തിവിട്ടാൽ ജീവിതം ശാന്തമായി ഒഴുകും. വളരെ സിമ്പിളാണ് ഇത്. ആ ആശയം മനസ്സിലാക്കുക. പരിസ്ഥിതിയെ ആത്മസ്ഥിതിയിലൂടെ കടത്തി പരിസ്ഥിതിയിലേക്ക് വീണ്ടും തുടർന്ന് കടത്തിവിടുന്ന ആ ഒരു പ്രവാഹമാണ് ജീവിതമെങ്കിൽ ആ ജീവിതത്തെ കടത്തിവിടാൻ നമ്മൾ തയ്യാറായിരുന്നാൽ ജീവിത പ്രവാഹം വളരെ ഈസി ആയിട്ട് നടക്കും. ഇനി ഇതിനെ വേറൊരു ആംഗിളിൽ കൂടെ മനസ്സിലാക്കണം. നമ്മൾ ഈ മറ്റേ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്നത് കൂടായി നിൽക്കുന്നു പറഞ്ഞപ്പോ നമ്മൾ കാഴ്ചയിൽ ഒരേ കാര്യത്തെ വേറൊരു കാഴ്ചയിൽ കണ്ടപ്പോൾ നമുക്ക് കുറച്ച് വ്യക്തത വന്നില്ലേ? അതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തെ തന്നെ ഞാൻ മറ്റൊരു രീതിയിലും കൂടെ ഒന്ന് പറയാം. എന്റെ കൈ ശരീരത്തിന്റെ ഭാഗമാണ്. തല ചൊറിയണമെങ്കിൽ ഞാൻ എന്റെ ശരീരം കൈയോടാണ് പറയുക. ശരീരം കൈയോട് പറയുന്നു, കയ്യെ പോയി ചൊറിയൂ എന്ന് പറയുന്നു. അപ്പൊ കയ്യ് അതിന്റെ കലയോട് പറയുന്നു, നീ മടങ്ങൂ, നീ ചുരുങ്ങൂ, നീ നിവരൂ.
എന്ന് പറയുന്നു. അപ്പോ ഞാൻ ഉദ്ദേശിച്ച കാര്യം ശരീരം അവയവത്തോട് പറഞ്ഞു, അവയവം അതിന്റെ കലയോട് പറഞ്ഞു, കല അതിന്റെ അകത്തുള്ള കോശങ്ങളോട് പറയും. എനർജി ഉൽപ്പാദിപ്പിക്കൂ, ചുരുങ്ങൂ, നീളൂ എന്ന് പറയും. എന്റെ ആവശ്യം പുറംചൊറിയലാണ്. കോശത്തിന് അറിയില്ല പുറംചൊറിയാനാണോ അല്ലയോ എന്നുള്ളതും കോശത്തിന് അറിയില്ല. പക്ഷെ കോശം ഈ മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോ കൈ ഇങ്ങനെ ചുരുണ്ടുവന്ന് ഇങ്ങനെ മടങ്ങി ഇപ്പുറത്തു പോയി ചൊറിച്ചിൽ നടത്തി തിരിച്ച് പഴയ സ്ഥലത്തേക്ക് പോകുന്നതോടെ എന്റെ ചൊറിച്ചിൽ മാറി. അപ്പോ ഞാൻ എന്റെ അവയവം, എന്റെ അവയവത്തിനകത്തെ കലകൾ, കലയ്ക്കകത്തെ കോശങ്ങളെല്ലാം ചേർന്നിട്ട് ഏകധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി വന്നത് എങ്ങനെയാണ്? ശരീരം പറഞ്ഞത് അവയവവും, അവയവം പറഞ്ഞത് കലയും, കല പറഞ്ഞത് കോശവും അനുസരിച്ചത് കൊണ്ടാണ്, അത് കേട്ടത് കൊണ്ടാണ്. ആദ്യം ആ സന്ദേശം കേട്ടപ്പോൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അനുസരിച്ചു. അതുകൊണ്ടാണ് അത് പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ പ്രവർത്തിക്കുമായിരുന്നോ? അപ്പോ അതുകൊണ്ട് അത് പ്രവർത്തിച്ചു. ഇതുപോലെ നമ്മൾ ഈ പ്രപഞ്ചം മുതൽ ഇവിടം വരെ കൂടുകൾക്കകത്ത് കൂടുകളായി പറഞ്ഞിട്ടുള്ള ഒരു ക്രമത്തില് എന്റെ ഉപരിവ്യവസ്ഥയുണ്ടല്ലോ, എന്റെ ഒരു ഉപരിവ്യവസ്ഥയെ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് മനുഷ്യരാശി ഒക്കെ നമുക്ക് പറയാം. തൽക്കാലത്തേക്ക് ഇതിനെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകൃതി എന്ന രൂപത്തിലാണ്. ആ പ്രകൃതിയെ നമ്മൾ കാണുന്നത് മുമ്പിൽ നിൽക്കുന്ന വ്യക്തികളുടെ രൂപത്തിൽ, വസ്തുക്കളുടെ രൂപത്തിൽ, വസ്തുതകളുടെ രൂപത്തിലാണ് നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഉപരിവ്യവസ്ഥ എന്ന് പറയുന്ന അത് കൈയുടെ ഉപരിവ്യവസ്ഥ ശരീരം, ശരീരത്തിന്റെ ഉപരിവ്യവസ്ഥ പ്രകൃതിയാണ് അല്ലെങ്കിൽ ഭൂമിയാണ് എന്ന് തൽക്കാലത്തേക്ക് എടുക്കുക. ആ ഭൂമിയെ നമ്മൾ കാണുന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തുക്കൾ, വ്യക്തികൾ എന്നുള്ള രൂപത്തിലാണ്. അത് എന്നോട് പറയുന്നു, ഉപരിവ്യവസ്ഥ എന്നോട് പറയുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ടാവില്ലേ? എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് കൈ കേൾക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോഴാണ് എന്റെ ഈ പ്രവർത്തനം നടന്നത്. കൈ പറഞ്ഞത് കേൾക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്തപ്പോഴാണ് കലകൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചത്. അതുപോലെ എന്നോട് പ്രകൃതി പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അതിനോട് യുദ്ധം ചെയ്യാതെ നിൽക്കും. എങ്ങനെയാണ് പ്രകൃതി എന്നോട് പറയുക? ഇപ്പോ ഞാനൊരു വാതിലിലൂടെ കടന്നു പോകുന്നു, ചെറിയൊരു വാതിലാണ്. അപ്പോ എതിർ വശത്തുനിന്നും തടിയുള്ള ഒരാൾ കയറി വരികയാണ്. ഞാൻ എന്താ ചെയ്യുക? 2-3 വഴികളുണ്ട്. ഞാൻ നിൽക്കുന്നില്ല, ഞാൻ അതിലെങ്ങ് പോകുന്നു. അയാൾ നിൽക്കുന്നില്ലെങ്കിലോ കൂട്ടിയിടിക്കും. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങോട്ട് പോകുന്നു, അയാൾ ഒന്ന് ഒതുങ്ങിത്തരുന്നു, ഞാൻ കയറി അങ്ങ് പോകുന്നു. മാന്യതയുണ്ടെങ്കിൽ ഞാൻ അയാൾക്കൊരു താങ്ക്സ് പറയും. ഞാൻ കുറച്ചുകൂടെ മാന്യനാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അയാൾ വരുന്നത് കാണുമ്പോൾ പ്ലീസ് പോകും എന്ന് പറഞ്ഞ് ഞാൻ മാറിക്കൊടുക്കും. അയാൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഇതിന് പൊരുത്തമാകലാണ് അല്ലെ? ആ സാഹചര്യത്തോട് പൊരുത്തമാകലാണ്. ആ പൊരുത്തമാകുന്ന വഴി നമ്മളൊരു ഒരു കാര്യം നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു നിർദ്ദേശം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെ അനുകൂലിക്കുന്ന, അതിനെ അനുസരിക്കുന്ന ഒരു വഴി നമുക്കവിടെ ഉണ്ട്. ഇത് തനിയെ സംഭവിക്കുന്നതാണ് അല്ലെ? നമ്മൾ അനുസരിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞ നിർദ്ദേശത്തിന് അനുസരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനെ അനുകൂലപ്പെട്ടാൽ മതി. നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ അനുകൂലപ്പെട്ടാൽ മതി. നമ്മുടെ പരിസരത്ത് നിന്നും നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ സംഭവങ്ങൾ വഴിയാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ എന്റെ മുന്നിലൂടെ ഒരു ആള് കയറി വരുമ്പോ ഞാൻ ഒതുങ്ങിക്കൊടുക്കുക എന്നുള്ളത് എന്റെ പൊരുത്തപ്പെടലിന്റെ ശേഷിക്കനുസരിച്ചാണ് ഉണ്ടാകുന്നത്. പൊരുത്തപ്പെടലിനെയാണ് നമ്മൾ മറ്റൊരു രീതിയിൽ അനുരൂപനം എന്ന് പറയുക. ഒരു രൂപത്തെ തുടർന്നു വരുന്നത്, ഒരു പ്രത്യേക അവസ്ഥയെ തുടർന്നു വരുന്നതാണ് അനുരൂപനം. അതിനായിട്ട് പൊരുത്തപ്പെട്ടു വരുന്നു. അയാൾ കയറി വരുന്നു, അതിനനുസരിച്ച് ഞാൻ മാറിക്കൊടുക്കുമ്പോൾ അവിടെ ആ വഴി തുറന്നു കിട്ടും, അയാൾ അതിലെ പോകും. അപ്പൊ അനുരൂപപ്പെട്ടു, ഞാൻ അതുമായിട്ട് പൊരുത്തമായി നിൽക്കാനുള്ള എന്റെ ശേഷി. ഈ പൊരുത്തമായി നിൽക്കാനുള്ള, നമ്മള് അകത്തോ പുറത്തോ ഉള്ള പരിസരത്തിന്റെ ഒരു ചലനത്തിന് പൊരുത്തമായി നിൽക്കാനുള്ള എന്റെ ശേഷിയെ, എന്റെ ഫാക്കൽറ്റിയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുക. ജ്ഞാനം എന്ന് പറയുന്നത് പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ്. അപ്പോ ഞാൻ എന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന കാര്യത്തോട് പൊരുത്തമായി നിൽക്കാൻ കഴിയുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല, കൂട്ടിയിടി ഉണ്ടാവില്ല. മുമ്പേ പറഞ്ഞില്ലേ, ഈ ജീവിതത്തിന്റെ പ്രവാഹം,
ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും പരിസര ഘടകങ്ങൾ എന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാൻ തടയാതിരിക്കണം. തടഞ്ഞാൽ അവിടെ ബ്ലോക്ക് ഉണ്ടാവും. ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഭാരമായി തീരും. അതുപോലെ എന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ഞാൻ അത് തടസ്സപ്പെടുത്താതിരിക്കുക. അതാണ് പൊരുത്തമാകൽ എന്ന് പറയുന്നത്. ഈ പൊരുത്തമാകൽ എന്ന് പറയുന്നത് വഴി നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപരി വ്യവസ്ഥ, അതായത് പ്രകൃതി എന്നോട് പറയുന്നു, ശരീരം കൈയോട് പറഞ്ഞു എന്നതുപോലെ മുന്നിൽ കാണുന്ന ഒരു സന്ദർഭം വഴി, സംഭവം വഴി ഉപരി വ്യവസ്ഥ, പ്രകൃതി എന്നോട് പറയുന്നു, എന്നോടൊരു കാര്യം പറയുന്നു, നീ മാറി നിൽക്കൂ എന്ന്. ഒരാൾ ഇങ്ങോട്ട് വരികയാണ്, അപ്പൊ ഞാൻ ചെയ്യേണ്ടത് മാറി നിൽക്കുക എന്നുള്ളതാണ്. അത് അറിയാനുള്ള വിവരം എനിക്ക് വേണം. ഒരാൾ വരുന്ന സമയത്ത് അയാൾ കടന്നു പോകട്ടെ എന്ന് പറയാനുള്ള ജൈവ ബുദ്ധി എനിക്ക് വേണം, അല്ലെ? ആ യുക്തി എനിക്ക് വേണം, അതിനുള്ള എളിമ എനിക്ക് വേണം, അതിനുള്ള അഹങ്കാരക്കുറവ് എനിക്ക് വേണം. എങ്കിലാണ് അയാളെ കടത്തിവിടാൻ കഴിയുക. അല്ലെങ്കിൽ ഞാൻ അവിടെ വടി പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഞാൻ എന്റെ കൈയോട് പറയണം, കയ്യെ പുറം ജോലി എന്ന് പറയുമ്പോൾ എനിക്ക് സാധ്യമല്ല എന്ന് കൈ പറഞ്ഞാലോ ചൊറിച്ചിൽ നടക്കുവോ? അപ്പൊ എന്തായി? ഈ കൈക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്കുള്ള തടസ്സങ്ങളിലേക്ക് അത് ചെന്നെത്തും. പിന്നെ കൈ അനക്കാൻ പറ്റാണ്ടാവും. ഞാൻ പറയുന്നത് കൈ കേട്ടില്ലെങ്കിൽ അത് ഹെവിനെസ് ഉണ്ടാക്കും, അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ പ്രകൃതി എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളില്ല. അപ്പൊ എന്റെ മുന്നിൽ ഓരോ നിമിഷവും നമ്മൾ ഇന്ദ്രിയങ്ങൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൂടെ ജീവിത സന്ദർഭങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു നിമിഷം പോലും നിർത്താതെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സന്ദേശങ്ങളാണ്. നമ്മളോട് പ്രകൃതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന്. ആ ചെയ്യൂ എന്ന് പറയലല്ല ചെയ്യുന്നത്. നമ്മുടെ മുന്നിലോട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ഒതുങ്ങി കൊടുക്കാനുള്ള വിവരം നമുക്കുണ്ടെങ്കിലേ അത് കേട്ട് അനുസരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതാണ് നേരത്തെ പറഞ്ഞത്, ഉപരിവ്യവസ്ഥ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അനുസരിക്കാനും കഴിയുമ്പോൾ അവിടെ ആ ഒഴുക്ക് സംഭവിക്കും. നമ്മുടെ മുന്നിലൂടെ വരുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് കാണാനും മനസ്സിലാക്കാനും അനുസരിക്കാനും നമുക്ക് കഴിയുമ്പോൾ ആ ഫ്ലോ ശരിയാവും. എങ്ങനെയാണ് അനുസരിക്കുക? അത് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ചെയ്യുക. ആവശ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അതിന് വഴങ്ങിക്കൊടുക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷം വന്നു, സ്വീകരിക്കുക. സ്വീകരിച്ചിട്ടോ സന്തോഷത്തിലായി എങ്ങനെ നിൽക്കലല്ല വേണ്ടത്. സന്തോഷവും കടന്നു പോകും. ദുഃഖം വന്നു, ദുഃഖം കടന്നു പോകും. ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നാലും അത് ഉപരിവ്യവസ്ഥ, പരിസ്ഥിതി, ആത്മസ്ഥിതിക്ക് നൽകുന്ന നിർദ്ദേശങ്ങളാണ്, ആത്മസ്ഥിതിയിലേക്ക് നൽകുന്ന പ്രവാഹങ്ങളാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ അന്യമായിട്ട് കാണാതിരിക്കാം. ഉപരിവ്യവസ്ഥ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനോട് പിണങ്ങാതിരിക്കാം. അങ്ങനെ പിണങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് ഈ പ്രവാഹം പൂർത്തീകരിച്ച് മുൻപോട്ട് പോകും. നമ്മൾ സ്ഥിരം ഇപ്പൊ ക്യൂ ലൈഫ് ഒക്കെ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഏറ്റവും പ്രധാന മന്ത്രം എന്താണെന്നറിയും? ലെറ്റ് ഗോ എന്നുള്ളതാണ്. ലെറ്റ് ഗോ. ലെറ്റ് ഗോ എന്ന് വെച്ചാൽ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പോകാൻ അനുവദിക്കുക എന്നുള്ളതിന്റെ പുറകിൽ മറ്റൊരു നിഴലുണ്ട്, ഒരു ആശയം കൂടി ഉണ്ട്. ലെറ്റ് ഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാക്കിനർത്ഥം ലെറ്റ് ഗോഡ് എന്നാണ്. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമല്ല ഇവിടെ. തൽക്കാലത്തിനും ഈ സൃഷ്ടാവ് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നവൻ എന്ന രീതിയിൽ എടുത്താൽ മതി. പ്രകൃതി എന്നോ പ്രപഞ്ച സഞ്ചാലന ശേഷിയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. തൽക്കാലം ലെറ്റ് ഗോ എന്ന് വെച്ചാൽ ലെറ്റ് ഗോഡ് എന്നാണ് അർത്ഥം. ഞാൻ അതിനെ കടന്നു പോകാൻ അനുവദിക്കുമ്പോൾ ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നാണ് അർത്ഥം. ഞാൻ അത് കടത്തിവിടുന്ന സമയത്ത്, ലെറ്റ് ഗോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. കാരണം ഇവിടെ നിന്ന് പ്രവഹിച്ചു കഴിഞ്ഞാൽ ബാക്കി കൈകാര്യം ചെയ്യേണ്ടത് പ്രകൃതിയാണ്. കടത്തിവിടുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉത്തരവാദിത്വം. അപ്പോ ഉപരിവ്യവസ്ഥ എന്നോട് സംവദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് ജീവിത സന്ദർഭങ്ങളിൽ കൂടെയാണ്. പ്രകൃതി എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നത്, പരിസ്ഥിതി എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നത് ജീവിത സന്ദർഭങ്ങളെ കാണുന്നതിലൂടെയാണ്. എന്റെ ഇന്ദ്രിയങ്ങൾ വഴി ഞാൻ ജീവിത സന്ദർഭങ്ങളെ കാണുന്നതോടുകൂടിയാണ്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് എനിക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ്. അവയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ കടത്തിവിടണം. അപ്പോഴാണ് ദൈവത്തിന്റെ ആ പ്രവർത്തനം മുൻപോട്ട് പോവുക. അവിടെയാണ് ബ്ലോക്ക് ഇല്ലാതിരിക്കുക. നമ്മൾ ആ നിമിഷങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുക, അല്ലെ? യുദ്ധം ചെയ്യാതിരുന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഒഴുകി പോകും, നമുക്ക് ഭാരമായി തോന്നില്ല. അതേസമയം നമ്മൾ അവിടെ ഒരു കലഹം പ്രഖ്യാപിച്ചാൽ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന കാര്യങ്ങളോട് നമ്മൾ കലഹം പ്രഖ്യാപിച്ചാൽ, അത് അനുചിതമായ സാഹചര്യങ്ങളായിക്കോട്ടെ, അനുചിതമായ വ്യക്തികളായിക്കോട്ടെ, അനുചിതമായ ആശയങ്ങളായിക്കോട്ടെ, ഉചിതമെന്നും അനുചിതമെന്നും തീരുമാനിക്കുന്നത് നമ്മളല്ലേ? ആ ഉചിതം അനുചിതം എന്നുള്ള ആ ഒരു ജഡ്ജ്മെന്റ് മാറ്റിവെച്ചിട്ട്
അത് എന്ത് തന്നെയാണെങ്കിലും അതിനെ കടത്തിവിടാൻ നമ്മൾ തയ്യാറായാൽ ജീവിത സാഹചര്യത്തോട് നമ്മൾ പിണങ്ങാതെ ഇരുന്നാൽ ഈ പ്രവാഹം പൂർത്തീകരിക്കപ്പെടും. ഈ പ്രവാഹം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കെട്ടിക്കിടക്കൽ ഉണ്ടാവില്ല, ബ്ലോക്കുകൾ ഉണ്ടാവില്ല. ബ്ലോക്കുകൾ ഇല്ലാതെ വരുമ്പോൾ അത് നമുക്ക് ഭാരമായി തോന്നില്ല. ഇപ്പൊ ജീവിതത്തെ പ്രവഹിക്കാൻ അനുവദിക്കുക, ലെറ്റ് ഗോ എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. വരുന്ന ജീവിത സന്ദർഭങ്ങളോട് എന്ത് തന്നെ ആയിക്കോട്ടെ അതിനോട് പിണങ്ങാതെ ഇരിക്കുക, എന്ത് തന്നെയാണെങ്കിലും. അതിന് തിരുവനന്തപുരത്തെ ഒരു സിദ്ധൻ പറഞ്ഞു പഠിപ്പിച്ച ഒരു മന്ത്രമുണ്ട്, വളരെ ഈസി ആയിട്ട് ഓർക്കാവുന്നത്. എപ്പോ എവിടെ എവിടെ എങ്ങനെയോ അപ്പപ്പോ അവിടെ അങ്ങനെ ആയിരിക്കുക. എപ്പോ എവിടെ എങ്ങനെയോ നമ്മൾ ഏത് സാഹചര്യത്തിൽ പോകുന്നുവോ അവിടെ എപ്പോഴാണോ എവിടെയാണോ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കുക. അതിനെയാണ് അനുരൂപപ്പെടുക എന്ന് പറയുന്നത്, പൊരുത്തമാവുക എന്ന് പറയുന്നത്. ഈ പൊരുത്തമാകുന്നതിൽ ചില വിവേചനങ്ങൾ ആവശ്യമാണ്, മനുഷ്യരാശിയുടെ ചില വിവേചനങ്ങൾ ആവശ്യമാണ്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ചർച്ച ചെയ്യാം. ഇന്നത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ പ്രാഥമികമായ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നമ്മൾ അനുരൂപപ്പെടുക, പൊരുത്തമാവുക എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഈ പൊരുത്തമാകാനുള്ള ശേഷി, അനുരൂപപ്പെടാനുള്ള ശേഷിയെയാണ് ജ്ഞാനം എന്ന് പറയുക. അത് പലതരത്തിലുള്ള ജ്ഞാനമുണ്ട്. പ്രേരിത ജ്ഞാനമുണ്ട്, ഭാവനാജ്ഞാനമുണ്ട്, ധാരണാജ്ഞാനമുണ്ട്, ശിക്ഷണജ്ഞാനമുണ്ട്, സഹജജ്ഞാനമുണ്ട്. ജ്ഞാനം പല വിധമാണ്. അത് നമ്മൾ കോഗ്നിഷനെ കുറിച്ചുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ കയറി കഴിയുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നത്. അപ്പൊ ജ്ഞാനപ്പെടുക അല്ലെങ്കിൽ പൊരുത്തമാവുക എന്നുള്ളതാണ് നമ്മുടെ ശേഷി. പൊരുത്തപ്പെടാൻ നമുക്ക് ശേഷിയുണ്ടാവണം. പൊരുത്തപ്പെടാൻ നമുക്ക് ശേഷിയില്ലെങ്കിലോ ജീവിതത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് അതിനോട് യുദ്ധം ചെയ്യാൻ തോന്നും. കാരണം നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യും. ഞാൻ എന്തിനാ കടത്തിവിടുന്നു എന്നുള്ള അഹങ്കാരം നമ്മളെ മതിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത് കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ ആ ചുറ്റുപാടിനോട് നമുക്ക് ആസക്തികൾ ഉണ്ടാവും, വികാരങ്ങൾ ഉണ്ടാവും. ഇവയെല്ലാം കൂടെ നമ്മളെ മതിച്ച് മാറ്റി വേറൊന്നാക്കും. അപ്പോ ബ്ലോക്ക് ഉണ്ടാവും, തടസ്സം ഉണ്ടാവും, നമ്മളവിടെ യുദ്ധം ചെയ്യും. അത് ജീവിതത്തിന്റെ ഭാരം കൂട്ടും. ജീവിതത്തിന്റെ ഭാരം കൂട്ടുമ്പോൾ വീണ്ടും അതിന്റെ പുറകെ അക്യുമുലേറ്റ് ചെയ്ത് അതിങ്ങനെ കൂടി വരും. സ്ട്രെസ് ഫ്രീ ആവണമെങ്കിൽ, നമ്മൾ ഡിപ്രസ്ഡ് ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ജീവിത നിമിഷങ്ങളെ, ജീവിത സന്ദർഭങ്ങളെ കടത്തിവിടുക എന്നുള്ളത് മാത്രമാണ്. അവിടെ മനസ്സിലാക്കുക, ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ സാഹചര്യവും ഉപരിവ്യവസ്ഥയാകുന്ന പ്രകൃതി നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. ഈ സന്ദേശങ്ങളെ സ്വീകരിച്ച് കടത്തിവിടുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, നമ്മുടെ ധർമ്മം. അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ശാന്തമായി പോകും. ഇതിലൂടെയാണ് പ്രകൃത്യാത്മീയതയിൽ ആയിരിക്കാൻ നമുക്ക് കഴിയുക. പ്രകൃത്യാത്മീയത നൽകുന്ന ജീവിത പാഠങ്ങളിലൊന്ന് ഇതാണ്. അപ്പോ ജീവിത നിമിഷങ്ങളോട് പിണങ്ങാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തെ കടത്തിവിടുക, നിമിഷങ്ങളോട് നമ്മൾ യുദ്ധം ചെയ്യാതിരിക്കുക, സന്ദർഭങ്ങളെ കടന്നു പോകുവാൻ അനുവദിക്കുക. അതിനു മുമ്പ് ഈ പാഠങ്ങൾ, ഭൂമിക്കകത്ത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഏകസത്തയായി നിൽക്കുന്നത്, ഇതും അതും വെവ്വേറെയല്ല എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ കടത്തിവിടൽ വളരെ എളുപ്പമാകും. എന്റെ പരിസ്ഥിതിയും ആത്മസ്ഥിതിയും തമ്മിലുള്ള ഏകോപനമാണ് ഞാൻ എന്നുള്ള സത്തയുടെ ജീവിത ധർമ്മം എന്ന് മനസ്സിലാക്കിയാൽ, ഞാനും പരിസ്ഥിതിയും രണ്ടല്ല എന്ന് മനസ്സിലാക്കിയാൽ, അതിലൂടെയുള്ള പ്രവാഹങ്ങൾ, പരിസ്ഥിതിയിൽ നിന്നും ആത്മസ്ഥിതിയിലൂടെ പരിസ്ഥിതിയിലേക്ക് പോകുന്ന പ്രവാഹമാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയാൽ ജീവിതം ശാന്തമായി. ഈ ശാന്തി നിങ്ങളിലും എന്നിലും ഉണ്ടാകുമ്പോൾ അത് ലോകത്ത് നിറയും. അത് ഈ വിശ്വത്തിന്റെ തന്നെ സമാധാനത്തിന്, ഈ വിശ്വത്തിന്റെ തന്നെ ബാലൻസിന് കാരണമാകും. അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഈ ബോധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. എല്ലാവർക്കും നന്ദി, നമസ്കാരം.